രാജ്യത്തെ ഞെട്ടിച്ച വിമാനാപകടമാണ് അഹമ്മദാബാദിലുണ്ടായത്. എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനം തകർന്നു വീണ് ഏകദേശം 300 പേർ മരിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നിരന്തരം അപകടത്തിൽപ്പെടുന്ന ബോയിങ് വിമാനങ്ങൾ അതൊരു വലിയ ആശങ്കയാണ്. നമ്മളോടൊപ്പം IANSൻ്റെ അസോസിയേറ്റ് എഡിറ്റർ അരുൺ ലക്ഷ്മണുണ്ട്. സർ, ഇത് ഇടയ്ക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ പ്രചരണം നടന്നതാണ്, ബോയിങ് ആണെങ്കിൽ ഞാൻ യാത്ര ചെയ്യില്ല എന്ന്. അതിന് ആ ഒരു ടാഗ് ലൈനെ സാധൂകരിക്കുന്ന രീതിയിലാണോ ബോയിങ് വിമാനങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെടുന്നത്? അല്ല, ബോയിങ് അത് 2018-ലും 19-ലാണ് എനിക്ക് തോന്നുന്നത്. എത്യോപ്യയിലും ഇന്തോനേഷ്യയിലും നടന്ന 2 വിമാന അപകടങ്ങൾ ഏകദേശം 340ഓളം ആളുകൾ അന്ന് രണ്ടിനും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ബോയിങ് $11.1 ബില്യൺ അങ്ങാണ്ട് കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ബോയിങ് ഒരു കാലത്ത് ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് എയർ കാരിയറായിരുന്നു. പണ്ട് ഐ ട്രാവൽ ഓൺലി ഇൻ ബോയിങ് എന്നായിരുന്നു ആൾക്കാർ പറയുന്നത്, ഫ്ലൈയിങ് ബൈ ബോയിങ് ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഈ ടാഗ് ലൈൻ അത് ബോയിങ്ങിൻ്റെ 737 എയർക്രാഫ്റ്റ് ആയിരുന്നു. ആ 737 മുഴുവൻ അവർ ഗ്രൗണ്ട് ചെയ്തു. ഏകദേശം 1100ഓളം എയർക്രാഫ്റ്റ് അന്ന് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇന്തോനേഷ്യ എത്യോപ്യ അപകടത്തിന് ശേഷം. ഇപ്പോൾ അത് വീണ്ടും പറക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഒരു ചെറുതായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഈ ഡ്രീം ലൈനർ 787 ഇപ്പോഴത്തെ ഇന്നലെ അപകടത്തിൽപ്പെട്ട 787 ഡ്രീം ലൈനർ, ആ എയർക്രാഫ്റ്റിനും നമുക്ക് 11 വർഷമായിട്ടുള്ളൂ. 11 വർഷം അത്ര വലിയൊരു പഴക്കമുള്ള സമയമല്ല. അപ്പം ബോയിങ്ങിൻ്റെ അകത്തുനിന്ന് തന്നെ ചില എഞ്ചിനീയേഴ്സ് അവിടെ നിന്ന് പുറത്തു വന്ന ശേഷം വിസിൽ ബ്ലോവേഴ്സ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ബോയിങ് കോസ്റ്റ് എഫിഷ്യൻ്റ് ആവാൻ വേണ്ടി കുറേ കൂടെ വളരെ ചീപ്പായിട്ടുള്ള മെറ്റീരിയൽസ് അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ടെന്നാണ്. അതാണോ ഇതൊന്നും ഒരു ഏവിയേഷൻ എക്സ്പേർട്ടും ഇതിനെക്കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു ബ്ലാക്ക് ബോക്സ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ, സെക്കൻഡ് ബ്ലാക്ക് ബോക്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അറിഞ്ഞിട്ടേ ഇതിൻ്റെ ഒരു എക്സാക്റ്റ് ആയിട്ടൊന്നും സംഭവിച്ചെന്ന് പറയും. പക്ഷേ ഒരുവിധ എല്ലാ എയർ ക്രാഷസും ഫസ്റ്റ് 30 സെക്കൻഡ് ഫ്ലൈ ചെയ്ത് തുടങ്ങിയ ഉടനെ തന്നെ അല്ലെങ്കിൽ ലാൻഡിങ് സമയത്താണ് പൊതുവെ അപകടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതും ഉണ്ടായിട്ടുള്ളത്. ഒരു ഫ്ലൈറ്റ് എക്സ്പെർട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ആ കോളേജിൻ്റെ ഒരു ലാൻഡ് ഉണ്ട്, ഗ്രൗണ്ട്, അതിലേക്കായിരിക്കും അത് ഇറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും പൈലറ്റ്. എക്സ്പീരിയൻസ് പൈലറ്റായിരുന്നു, ഒന്നും ചെയ്യാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ നിരന്തരം ഇത്തരം അപകടം ഉണ്ടാകുമ്പോൾ തന്നെ സ്വാഭാവികമായും ബോയിങ് വിമാന കമ്പനി ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടില്ല. അങ്ങനെ ഒരു ആലോചന അല്ലെങ്കിൽ അതിലൊരു മാറ്റം ഒന്നും വരുത്തുന്നില്ല എന്നുള്ളത് വലിയൊരു ആശങ്കയല്ലേ? അല്ല, 737 ഗ്രൗണ്ട് ചെയ്തതിന് ശേഷം അവർ കുറേ കൂടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പം ഇതിനകത്തുനിന്നുള്ള വിവരങ്ങൾ വരുമ്പം ബോയിങ് വീണ്ടും പഴയ പോലെ തന്നെ കിടക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ബോയിങ് പോലത്തെ ഇത്രയും വലിയ എയർക്രാഫ്റ്റ് ഭാരതത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നത് ഏകദേശം 8ാമത്തെ വിമാനാപകടം. 8 വിമാനാപകടങ്ങളിൽ 7 കൾപ്രിറ്റ് അല്ലെങ്കിൽ സംഭവിച്ചത് ബോയിങ്ങിനാണ്. ഒരു ഇത് മാത്രമേ A320 എയർബസ് ഉണ്ടായിട്ടുള്ളൂ. ഇത് രണ്ടുമാണ് മേജർ കോമ്പറ്റീറ്റേഴ്സ് വേൾഡിൽ, എയർബസും ബോയിങ്ങും. അപ്പം ബോയിങ്ങിന് ഇത്രയും അപകടങ്ങൾ ഉണ്ടാകുന്നു. നമ്മളതൊരു എന്താണ് അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. നമ്മളൊന്നും ഏവിയേഷൻ എക്സ്പേർട്സോ ഏവിയേഷൻ ബീറ്റ് എടുക്കുന്ന ആളുകളൊന്നുമില്ല. പക്ഷേ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവ് ഒന്ന് നോക്കുമ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വളരെയധികം ചിന്താപതീയമാണ്. നന്നായി ശ്രദ്ധിക്കേണ്ടയും പഠിക്കേണ്ടയും വിഷയമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, ബോയിങ് ഇങ്ങനെയാണോ ചെയ്യേണ്ടിരുന്നത്? ഇത്രയും വലിയൊരു ഫ്ലാഗ്ഷിപ്പ് കമ്പനീസ് ബോയിങ്ങിന് അപ്പം തന്നെ 7.5% അങ്ങനെ വരെ ഷെയർ താണു മാർക്കറ്റിൽ. ഇന്നലെ ഈ ക്രാഷ് ഉണ്ടായ ഉടനെ തന്നെ അമേരിക്കൻ ജനങ്ങളെ റെസ്പോണ്ട് ചെയ്തു. അപ്പം തന്നെ ഈ പല രാജ്യങ്ങളിലെ എയർലൈൻ കമ്പനികളും ബോയിങ് ഒഴിവാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് എയർ ഇന്ത്യ ആണെങ്കിൽ 220 ബോയിങ് വിമാനങ്ങൾക്കാണ് ഓർഡർ കൊടുത്തത്. അതുപോലെ ഇൻഡിഗോയും അങ്ങനെ മേടിക്കുന്നു. അപ്പോൾ ഈ ഒരു ഏവിയേഷൻ കമ്പനികൾ കൂടി അതിലൊരു ജാഗ്രത കാണിക്കേണ്ട കാര്യമല്ലേ? അതെ, തീർച്ചയായും കാണിക്കേണ്ട. പക്ഷേ ബോയിങ് ആണല്ലോ വേൾഡിൽ ഏറ്റവും വലിയ കരിയർ ആയിരുന്നല്ലോ. വളരെ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് മാത്രമേ ഇങ്ങനെ അപകടം സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ പുതിയ വെളിപ്പെടുത്തലുകളാണ് ഇതിൽ എന്താണ് സംഭവിക്കുന്നത്. അതായത് അതിൻ്റെ ഔട്ട്സോഴ്സ് ചെയ്യുന്നു അവർ, കോസ്റ്റ് എഫക്റ്റീവ്നെസ്സിന് വേണ്ടി ഔട്ട്സോഴ്സ് ചെയ്യുന്നു. ആ ഔട്ട്സോഴ്സ് ചെയ്തതിൻ്റെ 3ാം കിട കമ്പനികളാണോ ഇത് പണിയെടുത്തിട്ടുള്ളത്, എന്താണ് അതിന് സംഭവിച്ചിട്ടുള്ളത്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് ഒരുപാട് ആളുകളുടെ ജീവിതമായിട്ടുള്ള ഇപ്പം 294 ആളുകൾ മരിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 265ഓളം ബോഡികളെ കിട്ടിയിട്ടുള്ളൂ. ക്രാഷ് ചെയ്യുന്നത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ മുകളിലായിരുന്നു. അപ്പം അതുവഴി ഒരുപാട് ഡോക്ടേഴ്സ് മരിച്ചു. ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്ന മുഴുവൻ ആൾ, ഒരാളൊഴികെ ബാക്കി എല്ലാവരും പോയല്ലോ. അത്രയും വലിയൊരു കാലസ്നെസ് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. നമുക്കിപ്പോഴത്തെ ഈ വിമാനാപകടത്തിലെ ഒരു അട്ടിമറി സാധ്യത എന്തെങ്കിലും ഉണ്ടാവും, അതിലൊരു സംശയം തോന്നാൻ സാധ്യതയാണ്? അങ്ങനെ ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, 2ാമത്തെ ബ്ലാക്ക് ബോക്സും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പൈലറ്റ് മേ ഡേ എന്ന് മാത്രം, അത് SOS ആണ്. അത് മാത്രമേ ATC കിട്ടിയിട്ടുള്ളൂ. പിന്നെ പൈലറ്റ് ഇൻകമ്മ്യൂണിക്കൊണ്ടുമായിരുന്നു, പിന്നെ അവരെ കിട്ടിയില്ല. അപ്പോൾ അതിനർത്ഥം എന്തൊരു സംഭവിച്ചിട്ടുണ്ട്. അത് ടെക്നിക്കൽ സ്നാഗ് ആവാനാണ് സാധ്യത കൂടുതലെന്ന് എല്ലാവരും പറയുന്നത്, എക്സ്പേർട്സ് മുഴുവൻ. വീൽ 600 അടി എത്തുമ്പോഴത്തേക്ക് വീൽസൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ പൊസിഷനിലാവണം. ആ പൊസിഷൻ എത്തിയിട്ടില്ലായിരുന്നു. അത് പുറത്തുനിന്ന് താഴെ നോക്കുമ്പോൾ തന്നെ അങ്ങനെയാണുള്ളത്. ഇത് ആ ലെവലിൽ തന്നെ അത് സ്റ്റഡി ആവേണ്ടതാണ്. അങ്ങനെ ആയിട്ടില്ല. അതിൻ്റെ ഫ്ലാപ്പുകളും ശരിയായിട്ടില്ല. അപ്പോൾ അത് ടെക്നിക്കലായിട്ട് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല.
പിന്നെ പരുന്തുകളുടെ കൂട്ടമോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് ATCയിൽ എത്രയോ വർഷങ്ങളിരുന്ന ആളുകൾ പറയുന്നത്. അത്ര വലിയൊരു പരുന്തിൻ്റെ ഇതില്ലാത്തൊരു എയർപോർട്ടാണ് അഹമ്മദാബാദ് എയർപോർട്ട് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ ഒരു അട്ടിമറി സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലോകത്തെ ഒരു അവസ്ഥ, ആ ഒരു സമാധാന അന്തരീക്ഷം അല്ല. ഇന്ത്യ പാകിസ്ഥാൻ വാർ ഏകദേശം അതിപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ഇസ്രായേൽ ഇറാൻ ആ ഒരു സംഘർഷ സാധ്യതകളിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഈ അട്ടിമറിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അല്ല, അത് സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്. മാത്രമല്ല ഇപ്പം ലോകത്തിലെ തീവ്രവാദത്തിൻ്റെ ഒരു പുതിയ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ വുൾഫ് അറ്റാക്കാണ്. ഒരൊറ്റ ആൾ മാത്രം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാധനം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം പാകിസ്ഥാനിലെ ടെറർ ക്യാമ്പുകളിൽ നിന്ന് നേരിട്ടിട്ട് പരിശീലനമല്ല നടത്തുന്നത്, ഇതിൻ്റെ ഓൺലൈൻ പരിശീലനങ്ങളാണ് നടത്തുന്നത്. ഓൺലൈനിലും ഏറ്റവും മാക്സിമം ആയിട്ട് ഇതിനകത്ത് ബ്രെയിനിൽ കയറ്റി കൊടുക്കലാണ് ഈ വർഗീയ വിദ്വേഷവും ഇന്ത്യ വിദ്വേഷവും ഒക്കെ. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇതിൽ കയറുമോ, ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ, ആ സാധനമൊക്കെ സർക്കാർ പഠിക്കേണ്ട വിഷയങ്ങളല്ലേ. സർക്കാരിൻ്റെ ഏജൻസികൾ, മിടുക്കന്മാർ ഏജൻസികളാണ് നമ്മളുള്ളത്. അപ്പോൾ അവർ അത് കൃത്യമായിട്ട് അൺഫോൾഡ് ചെയ്യും എന്തായാലും അങ്ങനെയാണെങ്കിൽ. ഇതുവരെ അങ്ങനെ പറയാൻ നമുക്ക് ഒരു സാധനം പോലും ഉണ്ടായിട്ടില്ല. ഒറ്റയടിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഒരു തീവ്രവാദമാണോ അല്ലെങ്കിൽ ടെറർ അറ്റാക്കാണോ അല്ലെങ്കിൽ ടെക്നിക്കൽ സ്ലാഗ് എന്ന സാധു. ആ ടെക്നിക്കൽ സ്ലാഗ് എങ്ങനെ വന്നു എന്ന് വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ലോകത്തിൽ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം അതൊരു വലിയ സമാധാന പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ തന്നെ ഇസ്രായേലിൻ്റെ ഒരു വാർ ഫ്രണ്ടിൽ പോയി റിപ്പോർട്ട് ചെയ്ത എക്സ്പീരിയൻസ് കൂടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ യുദ്ധത്തിൻ്റെ ഒരു നേച്ചർ, എങ്ങനെയായിരിക്കും ഇത് മാറിപ്പോവുക എന്നുള്ളതാണ്. ഞാൻ ഇസ്രായേലിൽ പോയപ്പം യാർ റൈഡ് എന്ന് പറഞ്ഞിട്ട് മൊസാദിൻ്റെ പഴയ ഡയറക്ടർ ജനറൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ എനിക്ക് ഒരു അവസരം കിട്ടി, അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വി ആർ ഡീപ്പ് ഇൻ ടു ഇറാൻ, വി ആർ ഡീപ്പ് ഇൻ ടു ഇറാൻ, യു ക്യാൻ ടെൽ ദ വേൾഡ് ദാറ്റ് വി ആർ ഡീപ്പ് ഇൻ ടു ഇറാൻ. ഞങ്ങൾ ഇറാൻ്റെ അകത്ത് വളരെയധികം ഞങ്ങളുടെ പ്രാമുഖ്യമുണ്ട്, അല്ലേ ഹ്യൂമൻ ഇൻ്റലിജൻസ് ഉണ്ട്, അവരെ സ്പൈസ് ഉണ്ട്. അതിൻ്റെ ഒരു തെളിവായിരുന്നു ഇസ്മായിൽ ഹനിയ, പിന്നെ ഹമാസിൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് എൻഡ് ആയിട്ടുള്ള അവരുടെ പബ്ലിസിറ്റി ചെയ്തായിരുന്നു. അവരുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, ഗാസേൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇസ്മായിൽ ഹനിയാന. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ഗസ്റ്റായിട്ട് അവരുടെ ഗസ്റ്റ് ഹൗസ് താമസിക്കുമ്പോൾ അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അതുപോലെ തന്നെ ഇറാൻ്റെ പ്രസിഡൻറ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ 30ഓളം ഹെലികോപ്റ്ററുകളുടെ അകമ്പടിയോടെ പോയൊരു യാത്രയിൽ ഒരു ഹെലികോപ്റ്റർ മാത്രമായിരുന്നു. അത് ഇതുവരെ ഇറാനോ അല്ലെങ്കിൽ മൊസാദോ അല്ലെങ്കിൽ ഇസ്രായേലോ ഒന്നും അക്നോളജ് ചെയ്തിട്ടില്ല. അപ്പം ഇറാൻ്റെ അകത്ത് ഇപ്പം ഇസ്രായേൽ അടിച്ചു, റവല്യൂഷണറി ഗാർഡിൻ്റെ ടോപ്പ് ബ്രാസിനെ അവർ തുടച്ചു നീക്കി. ഇതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള പരിപാടികളാണ്. പക്ഷേ ഇറാനും ഇസ്രായേലിനകത്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സൗകര്യങ്ങൾ ഇറാൻ ചെയ്യും എന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ നിൽക്കില്ല. അത് പിന്നെ വേറെ ലെവലിലേക്ക് പോയി. ഞാനൊരു സ്റ്റഡി നടത്തി വായിച്ചു നോക്കിയപ്പം ഏകദേശം ഒരു 45ഓളം ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ മാത്രമുള്ള യുറേനിയം എൻറിച്ച്മെൻറ്റ് ഇസ്രായേലുണ്ട്. പക്ഷേ അവർക്കത് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അതിനുവേണ്ടി ഇസ്രായേൽ പലപ്പോഴും പല ആളുകളും മരിച്ചിട്ടുണ്ട്, പല ആളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതാരാണ് ചെയ്യുന്നതോ ആര് ചെയ്തതോ ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാഷ്ട്രം അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ യുദ്ധം ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി അവർ എന്ത് പണിയോണം ചെയ്യും. അപ്പോൾ അവർ നേരത്തെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇറാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമാകാം. ഈ അതേപോലെ ഇറാൻ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണയുണ്ട്, ആ ഒരു ലെവലിലുള്ള ഒരു ആക്രമണമാണെന്നാണ്. അപ്പോൾ ഇതൊരു ലോകരാജ്യങ്ങളെല്ലാം രണ്ട് ചേരികളായി തിരിഞ്ഞ് ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എനിക്കിപ്പോഴും ഒരു വേൾഡ് വാറിലോ അല്ലെങ്കിൽ മേജർ ഒരു കർഷനോ വരും എനിക്കിപ്പോഴും തോന്നുന്നില്ല. ട്രംപിനെ പോലത്തെ ഒരു കച്ചവടക്കാരൻ ഭരിക്കുമ്പം യു ക്യാൻ സെൽ വെപ്പൺസ് ബട്ട് അപ് ടു ദ സെയിൽ, അതിനപ്പുറത്തൊരു യുദ്ധം അതിന് അമേരിക്ക സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രത്യേകിച്ച് ട്രംപിനെ പോലത്തെ കൃത്യമായിട്ടുള്ള ബിസിനസ്സുകാരനായ ഒരാൾ ഭരണാധികാരിയുണ്ട്. മാത്രമല്ല ട്രംപിൻ്റെ ഫസ്റ്റ് വിസിറ്റ് തന്നെ സൗദി അറേബ്യയിലായിരുന്നു. ഫസ്റ്റ് വിസിറ്റ് ആഫ്റ്റർ ബീങ് സെക്കൻഡ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക. സാധാരണ അമേരിക്കൻ പ്രസിഡന്റ് നേരെ നാറ്റോ രാജ്യങ്ങളിൽ പോവുക, അങ്ങനെയല്ല പോയത്. ട്രംപ് ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും മിഡിൽ ഈസ്റ്റിലാണ് വന്നത്. ബിക്കോസ് ഈ മിഡിൽ ഈസ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം മിഡിൽ ഈസ്റ്റാണ്. മിഡിൽ ഈസ്റ്റിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലാണ് വേൾഡ് മാറുക. അപ്പോൾ ആ ഒരു സാധനത്തിന് വാറിന് എനിക്കിപ്പോഴും ഐ ഡൗട്ട് സീരിയസ്ലി വാർ ഉണ്ടാകാൻ സാധ്യത. ഒരു വേൾഡ് വാറോ അല്ലെങ്കിൽ രണ്ട് ചേരും. അമേരിക്കനെ പോലത്തെ ഒരു പ്രത്യേകിച്ച് ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ഭരണാധികാരിയാണ് ട്രംപ്. ട്രംപിനെ പോലത്തെ ഒരാൾ നിൽക്കുമ്പം ജോ ബൈഡൻ ഉള്ളതുകൊണ്ടാണ് സത്യം പറയുക വെച്ചാൽ ഈ സാധനം അമേരിക്ക അല്ല ഇസ്രായേൽ തുടങ്ങി. ഇസ്രായേലിന് പിന്നെ അമേരിക്കൻ സപ്പോർട്ട് സ്വഭാവം ഒരു ബ്രദേഴ്സാണ്, അവരെ സപ്പോർട്ടൊക്കെ കൂട്ടും. അമേരിക്കൻ എക്കണോമിയിൽ ഏറ്റവും അധികം ബാങ്കിങ് സിസ്റ്റം തന്നെ കൺട്രോൾ ചെയ്യുന്ന ജൂസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിൻ്റെ പോളിസിയിലും ഡിസിഷനിലും ഒക്കെ അവർക്ക് സപ്പോർട്ടും മേൽക്കോയ്മയും ഒക്കെ ഉണ്ടാവും, അതിന് സാധ്യതയുണ്ട്. പക്ഷേ ഒരു വാർ അതിലേക്ക് സമ്മതിക്കുക അമേരിക്ക എന്ന് എനിക്ക് തോന്നുന്നില്ല.